വെൽക്കം ബാക്ക് ഹീറോ. സെറ്റ് അടിപൊളി, ഒന്നും പറയാനില്ല, മസ്റ്റ് വാച്ച്. പൊളിയായിരുന്നു, നൈസ് തിയേറ്റർ. എന്താ പറയുക, ഇപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് വരുന്ന പടങ്ങളൊന്നും അധികം നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നില്ലായിരുന്നു. സോ കുറച്ചുകൂടെ ഒരു ഹ്യൂമാനിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായതുകൊണ്ടായിരിക്കും ഒന്ന് വർക്കായത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ എന്താണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ടില്ല, പക്ഷേ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. 3Dയും വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറേ സീനുകളുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, കുറേ ചിരിക്കാനുണ്ട്, അതിന് ബോറൊന്നും അടിക്കുന്നില്ല. തിയേറ്റർക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ല, ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു സൂപ്പർമാൻ പടം കാണുന്നത്. ഇറ്റ് വാസ് ഭയങ്കര കോമിക് ബുക്ക് സ്റ്റൈലായിരുന്നു അത് ചെയ്തത്. മറ്റേ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി പോലെ തന്നെ നല്ല ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. തിയേറ്റർ എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു. പിന്നെ എപ്പോഴും ഒറിജിൻ സ്റ്റോറിയിലല്ല നിന്നത്, സൂപ്പർമാൻ്റെ ഒറിജിൻ സ്റ്റോറിയിൽ പിടിച്ചിട്ടല്ല നിന്നത്. ഇത് നല്ല എന്താ ലൈക്ക് കറൻ്റ്ലി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പോലെയായിരുന്നു. ആ ഒരു സൂപ്പർമാനും സൂപ്പർമാൻ്റെ സൈഡ് ക്യാരക്ടേഴ്സും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പം എന്താ ബേസിക്കലി സൂപ്പർമാൻ മെട്രോപോളിസ് സേവ് ചെയ്യണതിനേക്കാളും മെട്രോപോളിസ് എങ്ങനെയാണ് സൂപ്പർമാനെ ലൈക്ക് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ ഒരു ആണ് മൂവി കൊണ്ടുപോയത്. അതാണ് ആക്ച്വലി അവർ ജെയിംസ് ഗൺ ട്രൈ ചെയ്തത്. 3D കൊള്ളാം, പൊളിയാണ്. പിന്നെ മ്യൂസിക് എല്ലാം വെച്ച് നോക്കുമ്പോൾ സൂപ്പറാണ്. ജെയിംസ് ഗണ്ണിൻ്റെ മൂവിയാണ്, സൂപ്പറാണ്. മേജർ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ DC-യിൽ അത്രയും കാണാറില്ല, പക്ഷേ ആസ് എ ഫസ്റ്റ് ടൈം വ്യൂവർ നേരത്തെ മൂവീസിൻ്റെ ആ റെഫറൻസസ് അത്ര ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ട് ഒരു ഫസ്റ്റ് ടൈം വ്യൂവർ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മൂവിയാണ്. സെക്കൻഡ്, എൻ്റെ ഒരു മനസ്സിലെ ഡൗട്ട് എന്ന് വെച്ചാൽ ഹെൻറി കാവലിൻ്റെ ആ ഒരു ചാർമ് റിപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് ഐ തിങ്ക് സൂപ്പർമാൻ്റെ ആ ഒരു റോളിന് പറ്റിയ ഒരു ആക്ടർ തന്നെയാണ് അവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. വിഷ്വൽ എഫക്ട്സും കൊള്ളായിരുന്നു. ആൻഡ് 3D വാസ് ഓൾസോ റിയലി ഗുഡ് ഇൻ ദ മൂവി. പോസ്റ്റ് ക്രെഡിറ്റ് സ്കെയിലിൽ പ്രത്യേകിച്ച് ഒരു ലീക്കും ഇല്ല, പക്ഷേ ഐ തിങ്ക് എ സീക്വൽ ക്യാൻ ബി പോസിബിൾ ഹിയർ. നമുക്ക് ഇപ്പം ഒരു സൂപ്പർമാൻ ഫാൻ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാം, നല്ല രീതിയിൽ എൻജോയബിളാണ്. പിന്നെ എന്താ പറയുക, ഒരു ഏലിയൻ അല്ല, ഒരു ഹ്യൂമൻ ആണിട്ട് നമുക്ക് സൂപ്പർമാനെ ഇതിൽ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വീക്ക്നെസ്സസ് ഉള്ള, ഇമോഷൻസ് ഉള്ള, പേടിയുള്ള ഒരു സൂപ്പർമാനായിട്ട്. അപ്പം പാവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവമല്ല, പക്ഷേ പാവമല്ലേ എന്ന് ചോദിച്ചാൽ പാവമാണ്. ആ രീതിയിലാണ് പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുതിയ ക്യാരക്ടേഴ്സ് എന്ന് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരൊന്നും തോന്നിയില്ല, പക്ഷെ എന്നാലും കൊള്ളാം, നല്ല പടം. ടൈലൻ്റായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും തോന്നിയില്ല. ഇല്ല അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഐമാക്സിൽ 2D മാത്രമേ ഉള്ളൂ, അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഐമാക്സ് 3Dയിൽ കാണേണ്ട പടമാണ്. നമ്മൾ 3D കൊള്ളായിരുന്നു. നോർമൽ 3D കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഐമാക്സിൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. ഐമാക്സിന് വേണ്ടി എടുത്ത പടമാണ്. അപ്പം അവന്മാർ എന്തുകൊണ്ടാണ് 3D അവിടെ ഉണ്ടാക്കി വെച്ചില്ല എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ലാസ്റ്റ് ദിവസം വരെ നോക്കി 3D ഇട്ടില്ല. കൊള്ളാം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം സൂപ്പർമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അത് ജെയിംസ് ഗണ്ണിൻ്റെ വേർഷനിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത്ര ഉള്ളൂ. അയ്യോ ഉണ്ട്, പിന്നെ അല്ലാണ്ട് പഴയ സൂപ്പർമാൻ ഫിലിമിൻ്റെ ആ ഒരു ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. നല്ലൊരു പടം. അടിപൊളി.